ഹലോ ഹായ്, ഞാൻ പാണ്ടിക്കണ്ണൻ റോക്സാണേ. പിന്നെ ഞാൻ തിരുനെൽവേലിയിൽ നിന്ന് സിമെൻ്റ് എടുത്തുകൊണ്ട് വരുമ്പോൾ സൈഡിൽ റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു സ്ഥലത്തൊരു വണ്ടി ഒഴിക്കുകയാണ് കേട്ടോ. കണ്ടപ്പം ഒരു കൃഷി സ്ഥലം, ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് എടുത്തതാണ് കേട്ടോ. കണ്ടാ, ഇതിനകത്ത് മറ്റേ കത്തിരിക്ക എന്ന് പറയുന്ന സാധനവും ഉള്ളിയാണ് കൃഷി ചെയ്തേക്കുന്നത്. പിന്നെ അപ്പുറത്ത് കുറേ വാഴ കൃഷിയൊക്കെ ഉണ്ട്. കണ്ടാ, മിക്കുള്ള പാടങ്ങളിലും ഒരു പാടം ഒരു വെറുതെ ഇടാറില്ല, ഫുള്ളും കൃഷിയായിരിക്കും കേട്ടോ. അപ്പുറത്തെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഉഴുതിട്ടൊക്കെയാണ്. എന്താ, മഴയൊന്നും പെയ്തിട്ടല്ല ഈ വെള്ളമൊന്നും കാണുന്നത്. കാരണം അപ്പുറത്ത് വലിയൊരു കിണറുണ്ട്. അപ്പുറത്തല്ല, എല്ലാ കൃഷി സ്ഥലങ്ങളിലും വലിയ വലിയ കിണറുണ്ട്. ഇവിടെ ആ കിണർ ഞാൻ കാണിച്ചു തരാം. കണ്ടാ, ഇത് ഉള്ളിയാണ്, ചെറുള്ളിയാണ്, ചെറിയ ഉള്ളിയാണ്, സവാളയല്ല. എന്താ, ഭയങ്കര കൃഷിപാടമാണ് ഇവിടെ മാത്രമല്ല, ഈ പോകുന്ന വഴിക്ക് മൊത്തം കൃഷി സ്ഥലമാണ്. നല്ല സൂപ്പർ ഏരിയ ആണ്, ഭയങ്കര കാറ്റുമാണ്, പക്ഷേ നല്ല ചൂടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി ചൂട് കുറവാണ്. കാരണം ഈ മഴ സീസൺ ആയതുകൊണ്ട് ഇച്ചിരി ചൂട് കുറവാണ്. നമ്മളെ വണ്ടി കിടക്കുന്നുണ്ടാ, അടിപൊളി കിട്ടൊക്കെയാണ്. അപ്പുറത്തായി റോഡിൻ്റെ അപ്പുറത്താണ് കിണർ, അത് ഞാൻ കാണിച്ചു തരാവേ. കണ്ടാ, ഈ കാണുന്നതാണ് കിണർ. കിണറെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കിണറാണിത്. ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. കണ്ട, അപ്പുറത്തെ കാണുന്നതും ഉള്ളിയാണ്, ചെറുള്ളിയാണ് മൊത്തം. ഇപ്പോൾ മിക്കുള്ള പാടങ്ങളിൽ ഇപ്പം കൃഷി ചെയ്തേക്കുന്നത് ഉള്ളിയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് ഉള്ളിയാണ് കൃഷി ചെയ്തേക്കുന്നത്. കണ്ടാ, വലിയ കിണറാണ്. കണ്ടാ, ഇതിനകത്തൊക്കെ അറിയാത്തവനൊക്കെ കയറി ചാടിയാ തീർന്ന്. മോട്ടർ കെട്ടിയൊക്കെ തയ്ക്കുന്ന കയറാത്. ഇത് ഇവിടുത്തെ ചെറിയൊരു കിണറാണ്. ഇതിനെക്കാട്ടിയും വലിയ വലിയ കിണറൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. എന്താ, ഇതൊക്കെ ഉഴുതിട്ടൊക്കെയാണ്, ഇത് കൃഷി ചെയ്യാനായിട്ടാണ്. ഉണ്ട്, ഇത് കംപ്ലീറ്റ് കാണുന്ന കംപ്ലീറ്റും ഉള്ളി കൃഷിയാണിത്. ഇവർ കംപ്ലീറ്റ് ഈ പാടങ്ങൾ മൊത്തം എപ്പോഴും കൃഷിയായിരിക്കും, എന്തെങ്കിലും ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ, ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കേരളത്തിലോട്ട് വരുന്നത്. ഹായ്. പിന്നെ എന്താ, ബാക്കി കാണുന്നത് മൊത്തം കൃഷി സ്ഥലമാണ്. പിന്നെ അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. ബൈ.